മുത്താര തൂതർ ആനത്തയിൽ ബീത്താണോർ അതിപതി നബി തിരുമതി മുള്ളങ്കിടും തള്ളി മുസ്തഫ ദീനിൽ. മുഹിദ്ദീൻ മാല ആണ് അറിയും മലയാളത്തിൽ ആദ്യത്തെ കൃതി. പാടുമ്പോൾ തന്നെ ആളുകൾക്ക് ഇനി എന്താണ് സംഭവിക്കുക, ആ ഒരു ജിജ്ഞാസ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ശൈലി. മതവും ജാതിയും വിട്ട് അപ്പുറത്തേക്ക് വലിയൊരു ആസ്വാദന സമൂഹത്തെ സൃഷ്ടിക്കാനും മാപ്പിളപ്പാട്ട് എന്ന ഒരു ഫ്രെയിമിൽ വന്നതുകൊണ്ട് സാധ്യമായിട്ടുണ്ട്. പത്തുമുത്തണി കൂട്ടത്താശത്തിരുത്തരുൾ മഹമൂദർ നബി വാശുന്നേ. മുഹിദ്ദീൻ മാലയിൽ 20% തമിഴ് ഭാഷ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ താഹ തന്റെ പദവികൾ മെത്തവരുത്തമരായ സ്വഹാബികളെ ബദരീങ്ങളെ. അടുത്ത കാലത്ത് വരേക്കും നമ്മളെ മൗലിദ് കിതാബുകളെ സബീന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നയനാർ നബി താഹ ഖമീസൈ കേറ്റി നബിന്റെ സവാദോടിങ്കാടുത്തോ തീറ്റി. ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷനും മഴദിൻ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബദർ കിസ്സ പാടിപ്പറയൽ അൽഹംദുലില്ലാഹ് ഈ വർഷവും അതിവിപുലമായ രീതിയിൽ മഴദിൻ അക്കാദമി വെച്ച് നടക്കാൻ പോവുകയാണ്. 8-ാം തീയതി മാർച്ച് 8-ാം തീയതി ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു പകൽ മുഴുവൻ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട് നിരവധി കാതികരും ഒട്ടനേകം ഗായകരും അണിനിരക്കുന്ന പ്രൗഢമായ ആ സദസ്സ് ഇൻഷാ അല്ലാഹ് ഈ വർഷവും മഴദിൽ വെച്ച് നടക്കുന്നുണ്ട് എന്ന വിവരം എല്ലാവർക്കും, പ്രത്യേകിച്ച് കിസ്സപ്പാട്ടുകാർക്കും പഴയകാലത്ത് കിസ്സപ്പാട്ടുകൾ കേൾക്കുകയും അതിലാവേശം കൊള്ളുകയും ചെയ്യുന്ന പഴയ തലമുറക്കും കിസ്സപ്പാട്ട് എന്താണ്, പാടിപ്പറയൽ കലാരൂപം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന അറിയാത്ത പുതിയ തലമുറക്കും മഴദിൻ അക്കാദമിയുടെ ഈ പ്രവർത്തനം വലിയ ഉപകാരപ്രദമാണ്. നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോൾ കിസ്സപ്പാട്ട് എന്താണ് ഈ കലയുടെ അടിസ്ഥാനം, തുടക്കം എങ്ങനെയാണ്, പാടിപ്പറയൽ സംവിധാനം, പഴയകാലത്തൊക്കെ പാടിപ്പറയൽ സംവിധാനം വ്യാപകമായി വിപുലമായ രീതിയിൽ മഹല്ലുകളിൽ ഗ്രാമങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. ഒരു പാട്ട് പാടി അത് പറയേണ്ടതായ ഒരാവശ്യം, വിശദീകരിക്കേണ്ടതായ ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. സ്വാഭാവികമാണ്, സാധാരണഗതിയിൽ നമ്മൾ പാട്ട് പാടാറുണ്ട്, അതിനാരും വിശദീകരിക്കാറില്ല. ഗാനമേളകളിലാണെങ്കിലും മറ്റുള്ള ഇശൽ വിരുന്ന് വേദികളിലാണെങ്കിലും പാട്ടുകൾ ധാരാളം പാടാറുണ്ട്, അതിനൊരു വിശദീകരണ പരിപാടി വേറെ ഉണ്ടാവാറില്ല. ഇത് മാത്രമാണ് പാടിപ്പറയൽ ഒരു സംവിധാനം, കിസ്സപ്പാട്ട് ആളുകളാണ്. ആദ്യം മലയാളത്തിൽ, അറബി മലയാളത്തിൽ ആദ്യകൃതി എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന മുഹിദ്ദീൻ മാല ആണ് അറബി മലയാളത്തിൽ ആദ്യത്തെ കൃതി. കണ്ടെത്തിയ എന്ന് പറയുന്നത് കണ്ടെത്താത്തത് കൊണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം വന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ടാണ്, നൂൽമദ് എന്ന് പറയുന്ന കപ്പപ്പാട്ടാണ്. ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ മുഹിദ്ദീൻ മാല എഴുതുന്നത് മഹാനായ ഷെയ്ഖ് മുഹിദ്ദീൻ ജീലാനി തങ്ങളുടെ അപദാനങ്ങളാണ്. അതുതന്നെയാണ് പിന്നീട് കിസ്സപ്പാട്ടുകളിലും വരുന്നത്. അതിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് മുഹിദ്ദീൻ മാലയിൽ 20% തമിഴ് ഭാഷ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് കാലങ്ങൾ ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രചിക്കപ്പെട്ട നൂൽമദ്ഹിൽ 70% തമിഴ് പദങ്ങളാണ്. ഇതിൽ നിന്ന് തന്നെയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ബദർ കിസ്സപ്പാട്ടാണെങ്കിലും ബദറുൽ മുനീർ ഉസുൽ ജമാലാണെങ്കിലും
ഏത് കൃതികൾ എഴുതുകയാണെങ്കിലും ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട് മറ്റുള്ള ഭാഷകളെ സ്വീകരിച്ചുകൊണ്ടാണ് മഹാകവി എഴുതിയിട്ടുള്ളത്. ഈ മാലയും നൂൽമദ്ഹ് പാട്ടും ഇതൊക്കെ മാലപ്പാട്ട് അല്ലെങ്കിൽ സബീനപ്പാട്ട് മുഹീദ്ദീൻ മാല വന്ന കാലത്ത് മാലപ്പാട്ടായിരുന്നു. പിന്നീട് നൂൽമദ്ഹ് കപ്പപ്പാട്ട് വന്നതിന് ശേഷം കപ്പപ്പാട്ടായി. എല്ലാ പാട്ടുകളെയും അറബി മലയാളത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വന്നിരുന്ന എല്ലാ പാട്ടുകളെയും അന്ന് കപ്പപ്പാട്ട് സബീനപ്പാട്ട് എന്ന പേരിലാണ് പറഞ്ഞിരുന്നത്. അടുത്ത കാലത്ത് വരേക്കും നമ്മളെ മൗലിദ് കിതാബുകളെ സബീന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് കാരണം അതിൽ കപ്പപ്പാട്ട് ഉണ്ടായിരുന്നു, കപ്പപ്പാട്ട് അതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ പുതിയതൊന്നും ഇല്ല, മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ ഏകദേശം ഒരു 40 വർഷം, നമ്മുടെ അഭിപ്രായപ്രകാരം ഒരു 40-50 വർഷത്തിൻ്റെ ഇടയിലുള്ള കാലം ആയിട്ടുള്ളൂ, മാപ്പിളപ്പാട്ട് എന്ന ഫ്രെയിമിലേക്ക് ഈ പാട്ടുകളൊക്കെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടി അതിനെ വിവിധ തലങ്ങളുണ്ടാക്കി. പ്രകീർത്തന ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, പിന്നെ പ്രണയഗാനങ്ങൾ, കല്യാണപ്പാട്ടുകൾ, ആവേശപ്പാട്ടുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കിസ്സപ്പാട്ടുകളൊക്കെ തുടങ്ങിയിട്ട് വിവിധ രൂപങ്ങളായി തിരിച്ച് ഇതിനെ മാപ്പിളപ്പാട്ട് എന്ന ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 40-50 വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടുണ്ടായത് ഈ കലയെ, ഈ കാവ്യരൂപം വിശാലമാവുകയും വിവിധ ആസ്വാദകരെ ഉൾക്കൊള്ളിക്കാനും വിവിധ ആസ്വാദകർക്ക് ഈ കാവ്യശാഖയെ പരിചയപ്പെടുത്താനും മതവും ജാതിയും വിട്ട് അപ്പുറത്തേക്ക് വലിയൊരു ആസ്വാദന സമൂഹത്തെ സൃഷ്ടിക്കാനും മാപ്പിളപ്പാട്ട് എന്ന ഒരു ഫ്രെയിമിൽ വന്നതുകൊണ്ട് സാധ്യമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കിസ്സപ്പാട്ട് എന്ന് പറയുന്നത്. കിസ്സകൾ, പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളും അങ്ങനെ രണ്ട് രീതിയിൽ പറയാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിൽ വ്യത്യാസം, പടപ്പാട്ടുകൾ യുദ്ധപ്പാട്ടുകളാണ്, യുദ്ധചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ പാട്ടുകൾ പടപ്പാട്ടുകൾ. കിസ്സപ്പാട്ടുകൾ യൂസുഫ് കിസ്സ പോലെ, നബിമാരെ കുറിച്ചുള്ള പോലെ, ഇബ്രാഹിം നദ്ഹം ചരിത്രം പോലെ യുദ്ധമല്ലാത്ത മറ്റ് ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാവുമ്പോൾ കിസ്സപ്പാട്ടായി. അപ്പോൾ എല്ലാ കിസ്സപ്പാട്ടുകളും പടപ്പാട്ടല്ല, എല്ലാ പടപ്പാട്ടുകളും കിസ്സപ്പാട്ടാണ്. അങ്ങനെയാണ്, കിസ്സയാണ് സംഭവം. ഏതായാലും ഈ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അതിന് സ്വീകരിച്ച ഭാഷാരീതി മാലയിൽ നിന്നതിന് വ്യത്യസ്തപ്പെടുത്തി. കാരണം മാലയിൽ തമിഴും മലയാളവും ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണെങ്കിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അതിന് ഭാഷാപരമായി വ്യത്യസ്തമായ പദങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം അതിന് നല്ല സൗഷ്ഠവമുള്ള ഒരു ഇശൽ, വൃത്തം കണ്ടെത്തുകയും കുനിപ്പ്, അതിൻ്റെ തലപ്പ്, കുനിപ്പ്, വെപ്പ്, എടുപ്പ് തുടങ്ങിയ രീതിയിലുള്ള അതിൻ്റെ പ്രാസഭംഗികൾ, അതിൻ്റെ ഛന്ദസ്, ഇതിന് ആലാപനത്തിന് മധുരം നൽകുകയും നല്ലൊരു ഗായകർക്ക് അല്ലെങ്കിൽ സംഗീത സംവിധായകന് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി പാടാൻ കഴിയുന്ന രീതിയിലുള്ള വൃത്തവും അതിൻ്റെ പദങ്ങളിൽ പാലിച്ചു പോകുന്ന പ്രാസഭംഗിയും എല്ലാമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളെ വ്യത്യസ്തമാക്കിയത്. മഹാകവിയാണ് മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിന് ഇത്രയും വിശാൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് കിസ്സപ്പാട്ടുകളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് പടപ്പാട്ടുകൾ. ബദർ മുനീർ ഉസുൽ ജമാൽ മഹാകവി എഴുതിയിട്ടുണ്ടെങ്കിലും ആ കാലത്തുള്ള കവികളും ആസ്വാദകരും ആ രീതിയിൽ സാഹിത്യപരമായി ചിന്തിക്കുന്നവർ മാത്രമായിരുന്നു വൈദ്യരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും വൈദ്യരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവർ. ബദർ കിസ്സപ്പാട്ട് ഇറങ്ങിയതോട് കൂടിയിട്ടാണ് സാധാരണക്കാരുടെ ആളുകൾ മഹാകവി മോയിൻകുട്ടി വൈദ്യരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ബദരീങ്ങളെക്കുറിച്ച് പാടിയ വ്യക്തി, എഴുതിയ വ്യക്തി എന്ന നിലക്ക് മഹാകവി പ്രകീർത്തിക്കപ്പെടുകയും സാധാരണക്കാരൻ്റെ മനസ്സിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇടം പിടിക്കുകയും ചെയ്തത്. ഇതാണ് കിസ്സപ്പാട്ടുകൾ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാത്രമല്ല, വൈദ്യരുടെ ബദർ മാത്രമല്ല, ബദറല്ലാത്ത ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഹദ് കിസ്സപ്പാട്ടുണ്ട്, ഉഹദ് ഉണ്ട്, മലപ്പുറം കിസ്സപ്പാട്ടുണ്ട്, മഹാകവി മോയിൻകുട്ടി വൈദ്യരാണ് ഹിജറ കിസ്സപ്പാട്ട്. വൈദ്യരുടെ പിതാവും കൂടി എഴുതി തീർത്ത അതാണ്. വൈദ്യരുടെ കാലശേഷം വൈദ്യരുടെ പിതാവും എഴുതിയതാണ് ഹിജറ. അപ്പോൾ നമുക്ക് ഹിജറയിൽ നിന്ന് ഒരു വരി, 4 വരി പാടാം. 4 വരി പാടാം.
മുത്താര തൂതർ ആനത്തയിൽ ബീത്താണോർ അതിപതിനബി തിരുമതി മുളങ്കിടും തള്ളി മുസ്തഫ ദീനിൽ പൂകിന്തരാമേ ഉമറും ഉളം തെളിന്തതി മൊളിന്ത നാദര് മുക്കിയ പേട്ടതിൽ ഹഖദാമേ സുത്താരദീനകത്തെത്തിടാ ചോരരിൽ അടലിടു കടുകവർ അടവതിൻ പുകിവർ സുഖമായി ടീമാൻ സഹിതം ഭാഗം ലംഘി തെളിന്തിടും വര ഇരുന്തിടാതന സുൽത്താനുൽ അംബിയ മുസ്തഫാവേ. എന്ത് ഭംഗിയാണ് രസം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പ്രാസം, അതിന് ആ രീതിയിൽ ആലപിക്കാൻ, മനോഹരമായ രീതിയിൽ ആലപിക്കാൻ പറ്റിയ വൃത്തം, ഇതിൽ വന്ന ഭാഷ, പദങ്ങൾ, വ്യത്യസ്തമായ ഭാഷ, അതുകൊണ്ടാണ് പാടിപ്പറയൽ എന്ന് പറയുന്ന ഒരു രീതി ആവശ്യം വരുന്നത്. ഇതിങ്ങനെ പാടുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അത് വിശദീകരിക്കാൻ അതാണ് പാടിപ്പറയൽ എന്ന് പറയുന്ന കല ഉണ്ടാകുന്നത്. ഇത് പഴയകാലത്ത് മോയിൻകുട്ടി വൈദ്യരുടെ കാലം മുതലേ കിസ്സപ്പാട്ടുകൾ പാടി പറയുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ വലിയ സൗണ്ട് സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ സാഹിബൊക്കെ ആ കാലഘട്ടത്തിലാണ് മോയിൻകുട്ടി വൈദ്യരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പാടി പറയുന്നു. അങ്ങനെയാണ് പിന്നീട് ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നത്. പലരും വൈദ്യരിൽ നിന്ന് കേട്ടറിഞ്ഞു, അവരിൽ നിന്ന് കേട്ടറിഞ്ഞു. അങ്ങനെ ഇന്നും ധാരാളം ആളുകൾ ഇത് പാടി പറയുന്നവരായിട്ട് വിസ്താരം എന്നുള്ള രീതിയിലാണ് ഈ പാട്ടുകൾ അറിയപ്പെടുക. ഈ കിസ്സപ്പാട്ടുകൾ വിസ്താരം എന്നുള്ള എന്ന ഗണത്തിലാണ് ഈ പാട്ട് ഉൾപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ വൈദ്യർ എഴുതിയ അത്തരം പാട്ടുകളൊക്കെ, ബദറുൽ മുനീർ യൂസുഫ് ജമാൽ അടക്കമുള്ള അത്തരം പാട്ടുകളൊക്കെ അതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആശയം അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ആശയം പറയൽ നിർബന്ധമാണ്. അതിൽ പെട്ടതാണ് ബദർ കിസ്സപ്പാട്ട്. ബദർ കിസ്സപ്പാട്ട് നമുക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. കാരണം എല്ലാവരിലേക്കും എല്ലാ വർഷവും വിവിധ രീതിയിൽ പാടിപ്പറയലായിട്ടും ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ബദർ പടയെക്കുറിച്ചും വൈദ്യർ എഴുതിയ കിസ്സപ്പാട്ടിനെക്കുറിച്ചൊക്കെ, ബദർ കിസ്സപ്പാട്ടിനെക്കുറിച്ചൊക്കെ അറിയാം. എങ്കിലും വൈദ്യരുടെ കൃതികളെപ്പറ്റി പറയുമ്പോൾ ബദർ ഒഴിവാക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ 8-ാം തീയതി വിപുലമായ രീതിയിലൂടെ പാടി പറയുന്നുണ്ട്. എങ്കിലും അതിൽ വൈദ്യരുടെ കൃതികൾ പരാമർശിക്കുമ്പോൾ തന്നെ 4 വരി. നമ്മളത് 4ാമത്തെ വർഷമാണ് മഴദിൽ ചെയ്യുന്നത്. 4ാമത്തെ വർഷം. അത് ആരും ഇതുവരെ ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ്. 12 മണിക്കൂർ, ഒരു പകൽ 12 മണിക്കൂർ മഹാകവിയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിൽ നിന്ന് തുടങ്ങി 106ാമത്തെ ഇശൽ, 106 ഇശലാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ബദർ കിസ്സപ്പാട്ടിലുള്ളത്. 106ാമത്തെ ഇശൽ വരെ പാടി പറയുന്ന ഒരു രീതി ആരും ചെയ്യാത്തതാണ്. അൽഹംദുലില്ലാ 3 വർഷം വളരെ വിജയകരമായി, 4ാം വർഷം ഈ വർഷമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 വരി പാടാം. തണ്ണി കൂട്ടത്താശത്തിരുത്തരുൾ മഹമൂദർ നബി വാശുന്നേ പാസ്കയും പരിശൈ തരും കുടൈദിനും മാർഗവും വള്ളർ വീശുന്നേ തീർത്തും പുക്കനില സുഖം കൊണ്ടരികോരും ദിനം മതം പേശുന്നേ തീരത്തിൽ ഖിത്താലിന്റെ ആയത്താനതും തിരുനബിക്കിറങ്ങി വന്നേ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറിലെ ഓരോ പാട്ടുകളും വളരെ മനോഹരമാണ്. യഥേഷ്ട പാട്ടുകൾ, നല്ല ആളുകൾക്ക് കുറേ പാട്ടുകൾ ബദറുൽ ഹുദായാസ് എന്ന് പാടിയാൽ നമ്മൾ സദസ്സിന് മുന്നിൽ എഴുന്നേറ്റ് പാടിയാൽ ആ സദസ്സ് പൂർത്തിയാക്കും. അത്രയും ബദർ പരിചയപ്പെട്ട പാട്ടാണ്. ബന്ധം ബദരീങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, കിതാബുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ജനമനസ്സുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങി ചെല്ലുന്നത് വൈദ്യരുടെ പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ വൈദ്യർ വാഴ്ത്തപ്പെട്ട ഒരു കവിയായി മാറിയതും.
അതേപോലെ തന്നെ ബദരീങ്ങളെക്കുറിച്ച് പലരും പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാട്ടുകളായിട്ട് ബദർ കെസ് പാട്ടുകൾ എഴുതി. ബദർ കെസ് ഉണ്ടല്ലോ, പമ്പുറ്റ ഹംസ പമ്പുറ്റ ഹംസ, അതിൽപ്പെട്ടൊരു പാട്ടാണ്. ബഹുമാനപ്പെട്ട KC പൊന്നാനിയുടെ ഒരു പാട്ടാണ്. ഒന്ന് പാടാലോ പമ്പുറ്റ ഹംസ? 2 വരി. ബമ്പുറ്റ ഹംസാറല്ല ചാടിട്ടെമ്പി അസുവതിൽ മാറടാ ബള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംഭരമിൽ വന്ന് ചേരടാ ഖൈറുൽ വറാ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. പലരും ഇത് ബഹുമാനപ്പെട്ട വൈദ്യരുടെ പാട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അടുത്ത കാലം വരേക്കും പലരും ധാരണ ഉണ്ടായിരുന്നു. പലരും ചോദിക്കും, പലരും പറയാറുണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇത് പാടാറുണ്ട്. ബദർ എന്ന് പറഞ്ഞാൽ വൈദ്യരി എന്ന രീതിയിൽ ആളുകൾ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ ഈ വമ്പുറ്റ ഹംസ പിന്നെ മറ്റൊന്ന് ഇതിൽ ലളിതമായ ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. വമ്പുറ്റ ഹംസ ചാടി ടെമ്പി അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെയേറെ വ്യക്തത ഉണ്ട്. വളരെ ആവേശം കൊള്ളിക്കുന്ന കെസ്സാണ്. കെസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കെസ്സിന്റെ വിഷയം പ്രണയമാണെങ്കിലും പിന്നെ ഹുബാണെങ്കിലും പോരാട്ടമാണെങ്കിലും ഒക്കെ അതിനൊക്കെ ആവേശം കൊള്ളിക്കാൻ പറ്റിയ സാധനമാണ് കെസ് എന്ന് പറയുന്ന ഒരു ഇശൽ. കെസ് ഒരു കെസ് പാടാം, നമുക്കൊരു കെസ് പാടാം, അല്ലെങ്കിൽ നമുക്ക് കെസ് കേൾക്കാം എന്നൊക്കെ പറയുന്ന പഴയ തലമുറ. അപ്പോൾ അത് വമ്പുറ്റ ഹംസ വൈദ്യരുടേതല്ല എന്നുള്ളത് നമ്മളെ പോലെയുള്ള കലാകൂട്ടായ്മകളുടെ പ്രവർത്തനം കാരണം പലർക്കും അത് മനസ്സിലായി. ഇപ്പോൾ അടുത്ത കാലം വരേക്കും പലരും തെറ്റിദ്ധരിച്ചു വന്ന പാട്ടാണ്. പക്ഷേ വളരെയേറെ ആവേശമുണ്ടാക്കുന്ന പാട്ടാണ്. അതേപോലെ തന്നെ ബദരീങ്ങളെക്കുറിച്ച് ഒറ്റപ്പാട്ടുകൾ ധാരാളം ഉണ്ട്. ഏതെങ്കിലും പാട്ട് ഓർമ്മ ഉണ്ടാവും? പാടും. മുത്തു മുഹമ്മദ് മുസ്തഫ താഹ തന്റെ പദവികൾ മെത്തവരുത്തമരായ സ്വഹാബികളെ ബദരീങ്ങളെ മുന്തിയ ദീനിനെ ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മുത്തുടെ മാതിരി ഒത്തവര സുഹദാക്കളെ മത്തിരമായിരം ശത്രു വിഭാഗമതെത്തി ബദർപ്പട മുറ്റത്ത് മന്നനതെന്ന ബുജാഹില് മുന്നണി എന്നിടെ 30 സ്ഥാനത്ത് കത്തിശരം ഗതകട്ടാരം വിവിധത്തരമായുധമേറ്റത്തിൽ. ബൈദരുടെ പാട്ടുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ബൈദരല്ലാത്ത ധാരാളം കവികളുടെ ധാരാളം പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖൈബർ. ഈ പടപ്പാട്ടിൽപ്പെട്ട ഒന്നാണ് മലപ്പുറം കിസ്സപ്പാട്ടുണ്ട്, വഹദ് കിസ്സപ്പാട്ടുണ്ട്. ബൈദരുടെ ധാരാളം കിസ്സപ്പാട്ടുകളുണ്ട്. ബൈദരല്ലാത്ത കവികളുടെ കിസ്സപ്പാട്ടുകൾ എത്തിപ്പിടിക്കാത്ത മേഖല ഇല്ല എന്നുള്ളത്. അതെ, തീർച്ചയായും. വൈദ്യരല്ലാത്ത കവികളുടെ ധാരാളം പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളുണ്ട്. പലർക്കും അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് പാട്ട് കേട്ടാലും മോയിൻകുട്ടി വൈദ്യരി എന്ന് പറയുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ഖൈബർ പടപ്പാട്ട് ബഹുമാനപ്പെട്ട വടിക്കണിയടുത്ത അഹമ്മദ് കുട്ടിമല്ല അവരുടേതാണ്. അഹമ്മദ് കുട്ടിമല്ല കവിയായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും കവിത്വവും വരികളിൽ വ്യക്തമായി കാണാം. രസകരമായ വളരെ മനോഹരമായ പാട്ടുകളാണ്. ഇശലുകൾ മാത്രമല്ല, അതിലെ പ്രയോഗങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വളരെ നമുക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള വർണ്ണനകൾ, പ്രയോഗങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഖൈബറിലാണ് കൂടുതലുള്ളതെന്നാണ്. ഖൈബറിൻ്റെ ഓരോ സംഗതികളും രസകരമാണ്. പാട്ട് മാത്രമല്ല, കഥ പറയുന്ന ഘടന അല്ലേ, സസ്പെൻഷൻ നിലനിർത്തിയിട്ട് പിന്നെ പാടുമ്പോൾ തന്നെ ആളുകൾക്ക് ഇനി എന്താണ് സംഭവിക്കുക, ആ ഒരു ജിജ്ഞാസ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ശൈലി. പാട്ടിന്റെ ഘടന ആ രീതിയിലാണ്. തുടക്കം മുതലേ അങ്ങനെ രചിക്കുമ്പോഴുള്ള നെയ്യത്തുണ്ടല്ലോ, അത് അതിപ്രധാനമാണ്. നമുക്ക് ബദറൊക്കെ ബദറിന് ചരിത്രം തങ്ങൾ പുറപ്പെടുന്നതും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ആ രൂപത്തിലാണ്. പക്ഷെ ഖൈബർ തുടക്കം മുതൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞയക്കുന്ന അവിടുന്ന് തുടങ്ങുന്നത്. അതായത് അത് ഒരു സസ്പെൻസിലാണ് തുടക്കം, ഖൈബറിന്റെ തുടക്കം. അങ്ങനെ ഉണ്ടല്ലോ. അവസാനം കഴിഞ്ഞ വർഷം നമ്മൾ മഴതല്ലിൽ ഖൈബർ പറഞ്ഞിരുന്നു, കുറച്ച് ഭാഗം പറഞ്ഞിരുന്നു. പിന്നെ ബാക്കി ബദറാണ് പറഞ്ഞത്. ഖൈബറിന്റെ പ്രത്യേകത ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ, അതായത് അവസാനം സംഭവിക്കാനുള്ള
അതിൽ നിന്നാണ് ആദ്യത്തിന് തുടക്കം വരുന്നത്. അതെ. ആ രസകരമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുത്തുനബിയെ പരാമർശിച്ച് ഒരുപാട് വരികളുണ്ട്. വരികളൊന്നും കൂടുതൽ പറയാനും പാടാനും നമുക്ക് സമയമില്ല. അപ്പോൾ കവിയുടെ പാട്ടുകെട്ടിൻ്റെ മനോഹാരിത ഖൈബർ നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയും മനോഹരമായ പാട്ടുകെട്ടാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മല്ലാക്കാൻ്റെ 15ഓളം കൃതികൾ, മറ്റു പലതും ഉണ്ട്, പല കൃതികളും ഉണ്ട്. നരിപ്പാട്ടൊക്കെ ഉണ്ട് മല്ലാക്ക എഴുതിയ. മല്ലാക്ക ഒരു പണ്ഡിതനായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, പണ്ഡിതനായിരുന്നു, കവിയുമായിരുന്നു. വളരെയേറെ പഴയകാലത്തെ കവികളുടെ ആ കഴിവിനൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ കാലത്ത് മല്ലാക്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, മല്ലാക്ക എഴുത്തുപലക നെഞ്ചത്ത് വെച്ച് ചാരിക്കിടന്ന് എഴുതിയിട്ട് അതിൻ്റെ അടയാളം നെഞ്ചത്ത് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, അരീക്കാട് ആണ് ബഹുമാനപ്പെട്ട മല്ലാക്ക. അപ്പോൾ മല്ലാക്കാനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഖൈബറിൽ നിന്ന് മുഹിബുനൂർ ഇശൽ, നല്ല മനോഹരമായ ഇശലാണ്, നല്ല ചടുലതുള്ള ഇശൽ. നിറുത്തമാൽ മഹകുറവത് കാഫിറുകൾ നിലക്കലായി ഹിറുതിളിവിലെ രോഷമേ നിറന്ത് ബേഷമേ മറിന്തവർകളിൽ നിശന്തിനെ ഇതുരയ അന്തർബിന് സമിതണ്ടവനിലെ ഇസ്മത് കവലുമേ മഹത്തവൻ പരിയാ പുറത്തിറാക്കി വൈച്ചോടി കളി കൊണ്ടുടൻ പൊതുങ്കലായി ചില ഫഹ്റബിയാത്തുമേ പുളത്തതായന ദുളത്തിലാദരം മികത്ത മുറത്തിനെ കൊടുമയിൽ പൊരുതിയും ഹിലലിലെ പുതുമയിൽ മരണമേ വരുത്തിയുള്ളവനേ മരണമേ വരുത്തിയുള്ളവനേ. വെളുക്കണിയത്ത് അഹമ്മദ് കുട്ടി മുല്ലാക്കയുടെ ഖൈബറിലെ നിരവധി പാട്ടുകൾ, നെഞ്ചകത്തേറേവേ അഞ്ജലിനാലാപർ, അതൊരു പാട്ടുണ്ട്. നെഞ്ചകത്തേറവേ അഞ്ജലിനാലാവർ കഞ്ചർ ബിളുന്തിടല നിത്യം എന്നെ ഇറത്തിടും ജണ്ട് നിനത്താവൻ മണ്ടിടല. മണ്ടുക എന്നുള്ള പ്രയോഗം, ഓടുക എന്നുള്ള അർത്ഥത്തിൽ മണ്ടുകാണ് പ്രയോഗം. നെഞ്ചകത്തേറവേ അഞ്ചൽ, അഞ്ചൽ എന്ന് പറയുന്ന വേദന, നല്ല ശുദ്ധ മലയാളമാണ്, പക്ഷേ സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കാത്ത മലയാളമാണ് അതൊക്കെ. അത്ര ധാരാളം മലയാള പദങ്ങൾ മൊല്ലാക്കയാണെങ്കിലും വൈദ്യരാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മറ്റ് ഭാഷയോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഭാഷയാണ് എന്ന് മനസ്സിലാക്കുന്ന കുറേ പദങ്ങൾ ഇതിലുണ്ട്. ഈ അഞ്ചല കയ്യിൽപ്പെട്ടതാണ്. അത് വളരെ മനോഹരം, വളരെ മനോഹരമായ വരികളാണ്. ഖൈബറിൽ ഉള്ള പാട്ടുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയും. അത് പ്രത്യേക ഹരമാണ് ഖൈബർ കേൾക്കാനും പറയാനും ഒക്കെ അവതരിപ്പിക്കാനും ഒക്കെ. ഏതായിരുന്നാലും മഹാകവി അഹമ്മദ് കുട്ടി മുല്ലയുടെ ഖൈബർ പോലെ തന്നെയാണ് മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബിൻ്റെ കർബല. അതേപോലെ തന്നെ ഹുനൈൻ, മാളിയക്കലകത്തിൻ്റെ കുഞ്ഞമ്മദ് സാഹിബിൻ്റെ കർബല. മച്ചിങ്കലകത്ത് മൊയ്തീൻകുട്ടി മുല്ലയുടെ ഫത്തുഹു മക്ക, മക്കം ഫത്ത് കിസ. ഇങ്ങനെ തുടങ്ങിയിട്ട് മുത്തത്ത് പടപ്പാട്ട് പൊതുവെ ആരും പാടുകയോ അവതരിപ്പിക്കുകയോ ചെയ്തത് ഞാൻ കേട്ടിട്ടില്ല. കൃതിയുടെ ലഭ്യതക്കുറവ് ഒന്ന്, കൃതികൾ ലഭിക്കും മാത്രമേ പഠിക്കാനോ അവതരിപ്പിക്കാനോ. പക്ഷെ നമ്മളെ കയ്യിൽ ആ സാധനം ഉണ്ട്. ഇൻഷാ അല്ലാഹ് മൂത്തത്തിലെ 2 വരി നമുക്ക് പാടാം. ഉത്തവർ സ്വർഗപ്പോലിവാനെ ഉള്ളതാകെയും ഓതിക്കൊടുത്താനെ ഫലം ഉണ്ട് പല വക കൊണ്ടും ദറജകൾ ബിണ്ടാലോടുങ്ങ പിതമാനെ കത്തന്നമൈത്ത് ചമ്മൈത്താനെ കഞ്ചകം ഏറും ഭംഗിയും മൊഞ്ചാനെ അതിൽ കത്തിത്തെളിയുന്ന മുത്തും മാണിക്യവും രത്നങ്ങളും ചരക്കല്ല മുത്താര സ്വർഗങ്ങളെട്ടാണ് മുന്തുന്നേ പല പുന്നാരം പഷ്ടാണ് മഹാമോടി അതിനോട് നേട ഈ ലോക നാടും വീടും ആസറൊട്ടാനേ. രസകരമായ പാട്ടുകളാണ്. ചെറിയ കൃതിയാണ്, നല്ല പാട്ടുകളാണ്, കുറഞ്ഞ ശരിയുള്ള കൃതിയാണ്, മനോഹരമായ പാട്ടുകളാണ്. ഇൻഷാ അല്ലാഹ് അത് അവതരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്.
അതേപോലെ തന്നെ ചരിത്ര കിസ്സകൾ ധാരാളമായിട്ട്, പല ചരിത്ര കിസ്സകൾ, യുദ്ധമല്ലാത്ത യൂസുഫ് കിസ്സ, സോലീൻ നബി ഇസ്ലാമിന് കിസ്സ, സുലൈമാൻ നബി കിസ്സ, മൂസാ നബിയും ഫിർഔനും കിസ്സ, ഈസാ നബി അലൈഹി ഇസ്ലാം കിസ്സ, സുലൈമാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഇബ്രാഹിം അദ്ഹം കിസ്സപ്പാട്ട്, വളരെ മനോഹരമായ പാട്ടുകളും വളരെ രസകരമായ ചരിത്രം, എല്ലാവർക്കും അറിയുന്ന പാട്ടുകളും. ഇബ്രാഹിം അദ്ഹം കിസ്സപ്പാട്ടിലെ പാട്ടാണിതെന്ന് പലർക്കും അറിയില്ല. ഫേമസ് ആയ പാട്ട്, ഇപ്പോൾ എസ് എം കോയൊക്കെ പാടിയ പാട്ടുകളുണ്ട്. അതേപോലെ പിന്നീട് വന്ന ഒരുപാട് പഴയകാല മാപ്പിളക്കവികൾ പാടിയ പാട്ടുകളുണ്ട്. ഏതോ ഒരു തരണം പീതാവോരെ ഒന്ന് പാടോ. തരണം പീതാവോരെ ഉങ്ങളൊഴികയിൽ താലത്തിലാരും എനിക്കില്ലല്ലോ, ഭരണത്താലേറ്റം എഴുമത്തുണ്ടെന്നാലും ഭാവയെനിക്ക് സുഖമില്ലല്ലോ. രസകരമായ ഇബ്രാഹിം അദ്ഹത്തിലെ പാട്ടാന്ന് പലർക്കും അറിയില്ല. ഇബ്രാഹിം കിസ്സപ്പാട്ട് ബഹുമാനൊരു നാളിൽ, ബഹുമാനൊരു നാളിൽ നേരം പുലർച്ചക്ക് ബിരിദ തഹത്തിൽ നിണ്ടേ വെളികൊള്ളെ ഇറങ്ങി ഉലാത്തി പതിവ് പോൽ പിറയങ്ക മടങ്ങി ചെണ്ടേ. അങ്ങനെയും കുറെ പാട്ടുകളുണ്ട് അതിൽ. ഒരുപാട് അബുവാണോരപ്പൾ ജവാബ് മകനിലേളെ അരിമക്കാനിയേനോ കാണും ഖിയാമം നാളെ. എന്താ രസം! ഇതൊക്കെ വളരെയേറെ പോപ്പുലറായ പാട്ടുകളാണ്, ഫേമസ് ആയ പാട്ടുകളാണ്, ഒരുപാട് മാപ്പിളക്കവികൾ പാടിയ പാട്ടുകളാണ്. പക്ഷേ ഇത് ഇബ്രാഹിം അത് കിസ്സപ്പാട്ടുള്ളതാണെന്നുള്ളത് അറിയാം. പല പാട്ടിൻ്റെയും അവസ്ഥ. ഇപ്പോൾ ബദറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കാന കോനമറാൽ യേശുദാസൊക്കെ പാടിയിട്ട് എല്ലാവർക്കും അറിയാം. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടുള്ളതാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഉണ്ടെന്നും മിഷ്കാത്തൊക്കെ ഉണ്ടെന്നും മിഷ്കാത്ത് യേശുദാസ് പാടിയ പാട്ടൊക്കെയാണ്. അപ്പോൾ അത്തരം പാട്ടുകൾ ധാരാളമുണ്ട്, വളരെ പോപ്പുലറായ പാട്ടുകളുണ്ട്. അപ്പോൾ കിസ്സപ്പാട്ടുകൾ, ബദർ പടപ്പാട്ടുകളല്ലാത്ത, യുദ്ധപ്പാട്ടുകളല്ലാത്ത പാട്ടുകൾ ധാരാളമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പാട്ടുകളൊക്കെ കൈപ്പെട്ടതാണ്. യൂസുഫ് കിസ്സ, മുസാ നബി, യൂസുഫ് കിസ്സിൽ വളരെ മനോഹരമായ പാട്ടുകളുണ്ട്. സമയക്കുറവ് കൊണ്ട് നമുക്ക് പാടാൻ വരികള്. മാറി ഈ കഥറാവി ഇബ്നു അബ്ബാസ് ഉരയുന്നു, മണിയൂസുഫി വർബീരിൽ വാസിച്ചിടുന്നേ. ഒരു ദിനം വടിവേറും സ്വരൂപത്തിൽ ജിബിരിൽ വന്നേ, കൂറിയുടെ മലക്കന്ന് എണിവിക്ക് നബിയാരെ കുപത്തിന്ന് ഉമൈകളെ കായറ്റും ഇന്നേ. അതിനുടൻ കൂശാദണ്ടരിൽ ചോദി തേവിടേക്കെന്നേ. നമ്മള് യൂസുഫ് കിസ്സയുടെ കവിയെ പറഞ്ഞില്ല, മുത്തുക്കോയത്തങ്ങൾ, ദ്വീപുകാരനായ. അതേപോലെ തന്നെ അങ്ങനത്തെ ധാരാളം കിസ്സപ്പാട്ടുകൾ ഈ പടപ്പാട്ടുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. കുഞ്ഞിമരക്കാർ ഷഹീദ്, അവരുടെ പാട്ട് പടപ്പാട്ടുകൾ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. കാരണം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചരിത്രമാണ്, രക്തസാക്ഷിയാകുന്ന ചരിത്രം തന്നെയാണ് കുഞ്ഞിമരക്കാർ ഷഹീദ്. അതേപോലെ തന്നെയാണ് പ്രാദേശികമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഒമാനൂർ യുദ്ധം, ഒമാരപ്പട എന്ന പേരിൽ കിസ്സപ്പാട്ട്, ചേരൂർ പട, ചെറൂർ ചിന്തൊക്കെ ഉണ്ട്. ഒമാനൂർ ശ്രോതാക്കളെ കുറിച്ച് പാട്ട് CP മുഹമ്മദ് വേങ്ങര എഴുതിയ പാട്ടൊക്കെ നിലവിൽ ഉണ്ട്, വിപണിയിലുള്ള സാധനങ്ങളാണ് അതൊക്കെ. കിസ്സപ്പാട്ടുകളാണ്, അതല്ല അറിയ മലയാളത്തിൽ ഇറങ്ങിയ കൃതികളാണ്. അതേപോലെ തന്നെയാണ് KT മുഹമ്മദ് എഴുതിയ മലബാർ കലാപത്തെക്കുറിച്ചുള്ള, മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് അറിയ മലയാളത്തിൽ എഴുതിയ കിസ്സ. ഇതൊക്കെ കിസ്സപ്പാട്ടുകളാണ്. ധാരാളം കിസ്സപ്പാട്ടുകൾ പടപ്പാട്ടുകളായിട്ടും അല്ലാത്തതായിട്ടുള്ള ധാരാളം കിസ്സപ്പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ പുതിയ തലമുറ പൂർവികർ എഴുതിയ കൃതികളും അല്ലാത്ത കൃതികളും ഒക്കെ കിസ്സകൾ, ചരിത്രങ്ങളൊക്കെ കിസ്സപ്പാട്ടുകളാക്കുന്നുണ്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും അതേമാതിരി പൂർവിക കവികളുടെ വഴി പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ സൽമാൻ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിസ്സപ്പാട്ട് ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ്റെ സെക്രട്ടറിമാരൊരാളായ അബു ആബിദ് സദീഖ് മുർഷിദി അറിയ മലയാളത്തിൽ വളരെ മനോഹരമായ നല്ലൊരു കൃതിയാണ് സൽമാൻ ഫാരിസി കിസ്സപ്പാട്ട്. ഇതേപോലെ തന്നെ പുതിയ തലമുറക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പൂർവികരായ കവികൾ എഴുതാത്തതായ പല ചരിത്ര സംഭവങ്ങളും എഴുതാൻ കഴിയും. അത് കിസ്സപ്പാട്ട് രീതിയിൽ എഴുതുന്നത് കൊണ്ട്
പാട്ട് മാത്രമല്ല, അതൊരു ചരിത്ര സൂക്ഷിപ്പ് കൂടിയാണ്. പൂർവികരായ ആളുകൾ എഴുതി വെച്ചതെല്ലാം കമ്മട്ടം എഴുത്തായിരുന്നില്ല. ഏത് കഥ എഴുതുകയാണെങ്കിലും ചരിത്രം എഴുതുകയാണെങ്കിലും കിസ്സ എഴുതുകയാണെങ്കിലും ചരിത്രപരമായി അതിൻ്റെ പിൻബലമുള്ള കിതാബുകൾ നോക്കി രേഖാമൂലം അടിസ്ഥാനപരമായിട്ട് ആണ് അവരെല്ലാവരും എഴുതിയിട്ടുള്ളത്. അതൊരു ചരിത്ര സൂക്ഷിപ്പ് കൂടിയാണ്. അതേപോലെ തന്നെ പുതിയ സംഭവങ്ങളൊക്കെ കിസ്സപ്പാട്ടുകളാക്കി മാറ്റാം. ചരിത്രത്തിൻ്റെ ഭാഗമായും ആസ്വദിക്കാം. ഒരു പാട്ട് എഴുതുന്നില്ല സുൽത്താനുകളുടെ പുസ്തകം വിശ്വാസപൂർവ്വം, ഉസ്താദിന്റെ വിശ്വാസപൂർവ്വത്തിൻ്റെ ആത്മകഥ നമ്മൾ മാപ്പിളപ്പാട്ടാക്കി ആവിഷ്കരിച്ചിട്ടുണ്ട്. 110 ഇശലുകളാണ്. 110 ഇശലുകളിൽ നമ്മളത് പാട്ടാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് വിപണിയിൽ ഉടനെ ഇൻഷാ അല്ലാ അത് ഉണ്ടാവും. എല്ലാവരും പാടുകയും പാടിപ്പറയുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഇശലുകൾ. ഇൻഷാ അല്ലാ സാഹിത്യോത്സവത്തിലും മത്സരവേദികളിലും പാടിപ്പറയൽ വേദികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. മാർച്ച് 8-ാം തീയതി മഅദിൻ അക്കാദമിയിൽ വെച്ച് നടക്കുന്ന ബദർ ഒരു പകൽ ബദർ കിസ്സപ്പാട്ട് പാടിപ്പറയുന്ന വേദിയിൽ ഇൻഷാ അല്ലാ വിശാലമായ രീതിയിൽ പാടുകയും പറയുകയും ചെയ്യാം. എല്ലാവരും വിശുദ്ധ റമദാനിൽ ഒരു പകൽ ബദരീങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു പകൽ മുഴുവനും ബദരീങ്ങളുടെ മദ്ഹ് പാടിപ്പറയുന്ന, ചരിത്രം പാടിപ്പറയുന്ന മഅദിനിലെ വേദിയിലേക്ക് എല്ലാവരെയും നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൽ വളരെയേറെ മനോഹരമായൊരു ഇശലാണ് തൊങ്കൽ ഇശൽ. ഒരുപാട് പാട്ടുകൾ വന്നു. ആ തൊങ്കലിൽ വന്ന ഇശലുകളെല്ലാം അതിൻ്റെ സാഹചര്യം വളരെയേറെ മാനസികമായി നമ്മൾ വളരെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതൊക്കെ രംഗങ്ങളാണ്. അതിൽപ്പെട്ടൊരു രംഗമാണ് സവാദ് റളിയല്ലാഹു അൻഹു ഉരത്തിയ മുരൽ ഉറുബ എന്ന് പറയുന്ന ആ പാട്ടിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ തിരിച്ചു കുത്താൻ വേണ്ടി പറയുന്ന ആ രംഗമുണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, വസ്ത്രം ഞാൻ നഗ്നനായിരുന്നു, അങ്ങും നഗ്നനാവണമെന്ന് പറയുമ്പോൾ നബി തങ്ങൾ വസ്ത്രം കയറ്റുന്ന രംഗമാണ് തൊങ്കൽ ഇശലിൽ വരുന്നത്. ആ രംഗത്ത് വൈദ്യർ ഉപയോഗിച്ച ആ പാട്ട് വളരെ മനോഹരം തന്നെ. അത് പാടാം, നമുക്ക് പാടാം. നയനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി നബിന്ദ് സവാദോടിങ്കാടുത്തോ തീറ്റി അയിനാൽ തിരുബത്തൻ അയർത്ത് നോക്കി അടുത്ത് പോളിഞ്ഞാശ മിളിയോളുക്കി മൈമാൻ മഹാജുവാൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട പടിക്കാടുത്തേ കൈനല്യതമാക്കി പിതൃഹും ചാട്ടി കതിരൻ മാശങ്കുമ്മൈ പിടിത്ത് പൂട്ടി.